Sevens Golden Diamonds, Ermalur, Vadadala. കോൺഗ്രസ് മുൻ ബ്ലോക്ക് സെക്രട്ടറി ആന്റണി ബാബുവിന്റെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മുണ്ടമ്പേലി 22ാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സാമൂഹിക പൊതുരംഗത്ത് നിറസാന്നിധ്യമായിരുന്ന മുൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ആന്റണി ബാബു അനുസ്മരണവും 300 നിർധനരായ കുടുംബങ്ങൾക്ക് സൗജന്യ അരി വിതരണവും സംഘടിപ്പിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് KU ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി ടോണി ചമ്മണി അരി വിതരണം ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി നഗരസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് ജയിച്ചു വന്ന കൗൺസിലറോടൊപ്പം നഗരസഭാ ഓഫീസിൽ ബാബു സ്ഥിരമായി വരുന്നത്. ആ ജനപ്രതി എത്ര ദിവസം എത്ര പ്രാവശ്യം നഗരസഭയിൽ വരുന്നോ അപ്പോഴെല്ലാം ബാബു ഈ പ്രദേശത്തിൻ്റെ ആവശ്യങ്ങളുമായി ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ പോലും ഒരു ജനപ്രതിനിധിയേക്കാൾ കൂടുതൽ പ്രതിബദ്ധതയും ആത്മാർത്ഥതയും പ്രിയപ്പെട്ട ആന്റണി ബാബു കാഴ്ചവെക്കുന്നത് പലപ്പോഴും കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ പ്രിയപ്പെട്ട ആന്റണി ബാബുവിനെ ഒന്ന് പറയുമ്പോൾ പ്രതിബദ്ധതയും ആത്മാർത്ഥതയുള്ള നല്ല സുഹൃത്തായിരുന്നു. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം മുഖ്യ പ്രഭാഷണം നടത്തി. കൺവീനർ ബൈജു മാളിയേക്കൽ, ലിജു വെള്ളപ്പറമ്പിൽ, അഡ്വക്കേറ്റ് തമ്പി ജേക്കബ്, AC ക്ലാരൻസ്, ജോസഫ് മാർട്ടിൻ, ജോൺ പഴേരി, കൗൺസിലർമാരായ ബാസ്റ്റിൻ ബാബു, ഷീല തദവൂസ്, അവറാച്ചൻ നെട്ടുങ്കൽ, ദീപ ആന്റണി, ബെൻസർ, ഡിബിൽ വക്കച്ചൻ, മൈക്കിൾ ഷാൻ, മെൽബൺ, ഗോഡ്വിൻ, ബിനു, ഫ്രാൻസിസ് MJ എന്നിവർ പ്രസംഗിച്ചു. ആ വിയോഗം നടത്താൻ ഒരു ഘട്ടത്തിലും കഴിയാത്ത രീതിയിൽ ബാബുവിൻ്റെ ഓർമ്മകൾ എന്നും നമ്മുടെ മനസ്സുകളിൽ ജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഇന്നും എൻ്റെ മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന കുറേ ഓർമ്മകൾ, മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകൾ. പടകട്ടുപാറയിലെ ആ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിന് മുമ്പ് ബാബു മരണപ്പെട്ട ഇന്ന് ഏകദേശം 3 മണിയോടെ ഞാൻ അറിയിക്കാം. ഡിവിഷൻ കൗൺസിലർമാരായ ഷൈല തദ്ദേശ്, ബാസ്റ്റിൻ ബാബു, മണ്ഡലം പ്രസിഡന്റ് അവരാജൻ, തമ്പി ജേക്കബ്, ജോസഫ് മാർട്ടിൻ, ലിജു വെള്ളപ്പറമ്പിൽ, ബിജു, ആന്റണി ബാബുവിൻ്റെ ഭാര്യ ദീപ ആന്റണി, മറ്റ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ. മരണം കൊണ്ട് ആന്റണി ബാബു നമ്മളോടൊപ്പം ഇല്ല എങ്കിലും ഇന്ന് ജനഹൃദയങ്ങളിൽ ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് ആന്റണി ബാബു ജീവിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ അനുസ്മരണ സമ്മേളനം. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.